ഗാഗ് ഓർഡർ എന്നാണ് അതിന്റെ സാങ്കേതികമായ പദാവലിയെങ്കിലും വാർത്താവിലക്കെന്നാണ് മലയാളം. ധർമ്മസ്ഥല എന്ന ദുരൂഹത നിറഞ്ഞ സ്ഥലത്തെ അക്രമക്കൊലകൾ, കൂട്ടബലാത്സംഗങ്ങൾ, നരമേധമൊക്കെ പറയുന്ന ലിങ്കുകൾ, സ്രോതസ്സുകൾ ഇല്ലാതാക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഒന്നും രണ്ടുമല്ല, 8842 ലിങ്കുകൾ. പ്രാഥമിക തെളിവടക്കം ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞ അസംഖ്യം ബലാത്സംഗ കൊലപാതകങ്ങൾ, ആ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ വന്ന പരാതികൾ, തിരോധാനങ്ങളുടെ നീണ്ട നിര. 20 അംഗ SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അന്വേഷണം എങ്ങനെ തുടങ്ങണം എന്നതിൽ പോലും വ്യക്തതയില്ല. ഒരു സ്കൂൾ ബാഗും ചേർത്ത് കുഴിച്ചിട്ട് ഒരു സ്കൂൾ കുട്ടിയുടെ അടക്കം സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകളുമായി താൻ കുഴിച്ചിട്ട് പെൺകുട്ടികളുടെ കൂട്ടക്കുഴിമാടങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടും തെളിവെടുപ്പിന് വരാത്ത പോലീസിന്റെ ഉടായ്പ ചുറ്റിക്കളിയും കണ്ടതാണ് നാം. സർക്കാരിന് കാര്യമായ താല്പര്യമില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട അവിടുത്തെ പ്രതിപക്ഷമായ BJPക്ക് കാര്യമായ വിമർശനങ്ങളില്ല. ബ്രൂട്ടൽ ബലാത്സംഗങ്ങളുടെ, ക്രൂരമായ കൊലപാതകങ്ങളുടെ സംശയങ്ങൾ കനപ്പെട്ടു വരുമ്പോഴും കന്നഡ മാധ്യമങ്ങൾക്ക്, ദേശീയ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല, കണ്ടമട്ടില്ല. അല്ലാതെ എങ്ങനോ രക്ഷപ്പെട്ടു വരുന്ന വാർത്തകളുടെ വാമൂടിക്കെട്ടാനാണ് വ്യഗ്രത. ആ സത്യങ്ങളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടാൻ ധർമ്മസ്ഥലയിലെ പുതിയ വാരിക്കുഴികൾ കുഴിക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? ധർമ്മസ്ഥലയിലെ ചോരപുരണ്ട കോക്കസിൽ എല്ലാവരും മനസ്സാക്ഷിയില്ലാതെ നിൽക്കുന്നത് അധർമ്മപക്ഷത്തോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.